പവർ പാർട്ട് വൈസറാണ്. ഈ ഫ്ലോ കാര്യങ്ങളൊക്കെയാണ് ഇവന്റെ ഒരു ക്യാരക്ടർ. വീട് നോക്കാൻ മാത്രം റോഡ് കാര്യങ്ങളൊന്നുമില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് RC390 ആണ്. അപ്പൊ ഇതിന് കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് നമ്മൾ കയറ്റുവാണ്. ആദ്യത്തെ മെയിൻ തന്നെ ഇതിൻ്റെ പവർ പാർട്ട് വൈസറാണ്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് നമുക്ക് റെഡിയാക്കണം. ഓൾറെഡി നമ്മൾ വൈസർ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കിറ്റ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം നമ്മുടെ KTMന്റെ പവർ പാർട്ട് വൈസറാണ്. ഈ വൈസർ വയ്ക്കുന്നതോടുകൂടി വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് വരാണ്. വണ്ടി നല്ല അഗ്രസീവും നല്ല സ്പോർട്ടി ലുക്കും നല്ല അടിപൊളി ലുക്കാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വൈസർ കാര്യങ്ങൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ബോൾട്ടിങ്, ഇവിടെ ഒരു ബോൾട്ടിങ്, ഇവിടെ ഒരു ബോൾട്ടിങ്. നമ്മൾ ഈ സൈഡ് ഫെയറിങ് ഊരാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ പവർ പാർട്ട് വൈസറിൻ്റെ ഒരു ബോൾട്ടിങ് ഇവിടെ വരും. പക്ഷേ ഇത് ഇടണമെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു അല്ലെങ്കിൽ ബോൾട്ടാണ് വന്നത്. അപ്പോൾ അത് ഇടണമെങ്കിൽ കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ സൈഡ് ഫെയറിങ് ഊരുന്നത്. പിന്നെ സൈഡ് ഫെയറിങ് ഊരുവാണെങ്കിൽ നമുക്ക് വളരെ ക്ലീനായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാമെന്ന്. നമ്മൾ ഈ വൈസർ വെക്കണേക്കാൾ മുമ്പ് നമ്മുടെ ഫ്രണ്ടിലെ DRL ഊരി വെക്കണം. എന്നാലാണ് ഈ വൈസർ കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് DRL നട്ട് കാര്യങ്ങൾ. അത് ഇതിൻ്റെ അടിയിലാണ് വന്നത്. അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് അത് ഊരി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് ഊരി എടുക്കാവുന്നേ ഉള്ളൂ. വയറിംഗ് ഒക്കെ വിടിയിച്ച് കഴിഞ്ഞാൽ ഈ DRLനെ ഫ്രണ്ട് ഊരി എടുക്കാവുന്നേ ഉള്ളൂ. DRL ഊരി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിനകത്തേക്ക് വൈസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ ജസ്റ്റ് ഈ വൈസർ എടുത്തിൻ്റെ മേളിലോട്ട് കയറ്റി വയ്ക്കുക. അതായത് ഈ ഹോൾസ് എല്ലാം കറക്റ്റ് ആക്കി വയ്ക്കുക. ഇവിടെ ഈ മിററിൻ്റെ ഹോൾസ്, ഈ മിററിൻ്റെ ഹോൾസ്, അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു നട്ട് ബോൾട്ട് കാര്യങ്ങൾ, ഇവിടെയും ഒരു മൗണ്ടിങ് ഉണ്ട്. അതുപോലെ ഇപ്പുറ സൈഡിലും ഒരു മൗണ്ടിങ് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പുറ സൈഡിലും മൗണ്ടിങ് ഉണ്ട്. ഇനി ഇതിനകത്തെല്ലാം നമുക്ക് സ്ക്രൂ ഇട്ടത് ടൈറ്റ് ചെയ്താൽ മതി. അടുത്തായി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ SC പ്രൊജക്റ്റാണ്. ഇതിൻ്റെ എക്സോസ്റ്റിലേക്ക് കയറ്റാൻ പോവാണ്. നമ്മളിത് സ്ലിപ്പ് ഓൺ ആയിട്ടാണ് വെക്കണത്, അല്ലാണ്ട് ഫുൾ സിസ്റ്റം ആയിട്ടല്ല. ഓൾറെഡി ഇതിൻ്റെ ഒരു ക്യാറ്റ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും ചെറിയൊരു ക്യാറ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ക്യാറ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയാണ് ഇത് വെക്കാൻ പോകുന്നത്. അതായത് ഒരു സ്ലിപ്പ് ഓൺ സിസ്റ്റം പോലെ ഇങ്ങനെയാണ് ഇത് വെക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ സ്ക്രൂ കാര്യങ്ങളൊക്കെ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മൗണ്ടിങ് കാര്യങ്ങളാണ് തന്നെ. ഇവിടെ ലൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ ലൂസ് ചെയ്യുക. ഇത് രണ്ട് ലൂസ് ചെയ്താൽ നമുക്ക് നിസ്സാരമായിട്ട് ഈ സാധനം പുറത്തോട്ട് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. ഈ എക്സോസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണതൊന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റുകൾ റോഡ് യൂസ് അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ബാൻഡാണ്. അപ്പോൾ നമ്മളിത് വെച്ചാൽ പോലീസിൻ്റെ വിഷയം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്വന്തം റിസ്ക് ചെയ്യുക. ആരും ചെയ്യാൻ നിർബന്ധിക്കാൻ കാര്യങ്ങളില്ല. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ വേറെ മൂടാണ് വണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ നട്ട് കാര്യങ്ങൾ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പാസേജിലും കയറ്റി വെച്ചിട്ട് മുറുക്കുകയാണ്. അതിൽ ആദ്യമേ അവിടെ നമ്മളൊന്ന് കയറ്റി വെക്കുകയാണെങ്കിൽ, നട്ടിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഇത് എല്ലാം മുറുക്കുകയാണ്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മുറുക്കിയിട്ട് നമ്മൾ സ്പാനർ ഉപയോഗിച്ച് ഇതെല്ലാം ഹോൾഡ് നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. ഗ്യാസ്കറ്റ് പോണ്ട് നോക്കണം. പോയി കഴിഞ്ഞാൽ എയർ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടി വന്നു. വന്നാലാണ് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ ലുക്ക് ഇതാണ്. എക്സോസ്റ്റ് വണ്ടിക്ക് നല്ല ചേർന്ന രീതിയിലുള്ള എക്സോസ്റ്റാണ്. വണ്ടി ഇപ്പം നല്ല ലുക്കായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമുക്ക് എക്സോസ്റ്റിൻ്റെ നോട്ട് കേൾക്കാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യടാ. അടിപൊളി സാധനം. നല്ലൊരു എന്നാ പറയണ, ഇതൊരു ഓപ്പൺ ഫ്ലോ കാര്യങ്ങളൊക്കെയാണ്. ഇതിന് TV കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ ഓപ്പൺ ഫ്ലോ എന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റേതായ ഒരു സീനോ കാര്യങ്ങളൊന്നുമില്ല. ഒരു നല്ല അടിപൊളി സൗണ്ടാണ്. നമുക്ക് എന്നാ ചെവിക്ക് നല്ല കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് അറിയില്ല. അതുപോലെ ഒരു അടിപൊളി സൗണ്ടാണ്. ചുമ്മാ അലർച്ച സൗണ്ടൊന്നുമല്ല. നല്ലൊരു ബാസ്, നല്ലൊരു എന്നാ പറയണ ഒരു സെറ്റപ്പ് സൗണ്ട് കാര്യങ്ങളാണ്. ഗൈസ്, നമുക്ക് കേൾക്കാന്നുള്ള അടിപൊളി സൗണ്ടാണ്. ഇതിപ്പോൾ കൈ കൊടുത്താലാണ് വണ്ടി, കൈ കൊടുത്താൽ മാത്രമാണ് ഇതിനകത്തൊരു എക്സോസ്റ്റ് ഉണ്ടെന്ന് അറിയുള്ളൂ. അല്ലാണ്ട് വണ്ടി ഭയങ്കര സൈലന്റ് കാര്യങ്ങളാണ്. ഇതാണ് വണ്ടിയുടെ ഓവറോള് എക്സോസ്റ്റിൻ്റെ ആ ലുക്കും കാര്യങ്ങളും. അപ്പം നടന്നു പോണത് അതേ പോണതാണ് വണ്ടിയുടെ ഓണർ കാര്യങ്ങളൊക്കെ. അവൻ്റെ ഐഫോണിലാണ് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത്. എനിക്ക് GoPro കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കൂട്ടുകാരന്മാരുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പോണത്. നമ്മുടെ വീഡിയോ ഇതേ ആ ഇരിക്കണ ടീമാണ് നമ്മുടെ കൂടെ എപ്പോഴും വീഡിയോ എടുക്കാൻ കാര്യങ്ങളൊക്കെ വന്നത്. അവന് നിൽക്കാൻ നാണാവുക. പുള്ളിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവൻ്റെ ഫോണ് കാര്യങ്ങൾ പുള്ളി ഐഫോണൊക്കെ നമുക്ക് അങ്ങ് തന്നുവിടും. സീനൊന്നുമില്ല. 1-2 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയി കൊടുത്താലും മതി. പുള്ളി ഞെക്കണ ഫോണിൽ നടന്നോളൂ. അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. ഇത് സിംപ്ലിസിറ്റി. അപ്പം നമുക്ക് ഇവനെയും കൊണ്ട് നമ്മുടെ അടുത്ത് ബൈപ്പാസ് കാര്യങ്ങളുണ്ട്. അവിടെ പോയി അത്യാവശ്യം ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളും പറഞ്ഞ് നമുക്കൊരു 2-3 പൊളിച്ചിട്ടിങ്ങ് വരാം. പിള്ളേരാണ്. നമ്മൾ 390യുടെ ഒരു ജെറ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടത്. ഓണർ വന്നു. എൻ്റെ ഭാഷപ്പുറം കൊണ്ട് വന്നു.
അപ്പോൾ ഇതിന് പെട്രോൾ ഒന്ന് അടിക്കണം, അല്ലെങ്കിൽ 390 ആയാലും എന്തായാലും ഓടില്ല. പക്ഷെ പെട്രോൾ അടിച്ചിട്ട് വരാം. വയസ്സ് നമുക്ക് തൊട്ടടുത്ത് തന്നെ പമ്പുണ്ട്. അപ്പുറം റോഡ് ജെറ്റ് ഇടാനുണ്ട്, ഇപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ പമ്പുണ്ട്. പൈസ അപ്പോൾ നമ്മുടെ പെട്രോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് ബൈപ്പാസിൽ വെച്ച് കാണാം. പൈസ അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ 390നെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 390യുടെ ഓവറോൾ വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെറിയ മോഡൊക്കെ ചെയ്ത് കണ്ടാലോ. അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാൻ ഇതൊരു പവർ ബോംബാണ്. അതായത് ഇതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ തന്നെ. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങൾ നോക്കാം. ഇവിടെ നൈസായിട്ട് റേസിംഗ് KTM, അതായത് പവർഫുൾ സാധനങ്ങളാണ് KTM എന്ന് തന്നെ. അതുകൊണ്ട് പക്കയാണത്. റേസിംഗ് KTM എന്ന് പറയുന്നത് അങ്ങോട്ട് ഒരു തെറ്റൊന്നുമില്ല. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 373cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് ലിക്വിഡ് കൂൾഡ് ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് DOHC എഞ്ചിനാണിത്. അതുപോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്യണ മാക്സിമം പവർ 43.5 PS at 9K RPM-ലും അതുപോലെ 36 Newton at 7K RPM-ലുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. ഇതിൻ്റെ പവർ കാര്യങ്ങൾ ഒരു പവർഫുൾ ആയിട്ടുള്ള വണ്ടി ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ബ്രേക്കിംഗ്. ഈ വണ്ടിയെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിംഗ്, ഇത് അടിപൊളി ബ്രേക്കിംഗ് ആണ്. ഇതിനകത്ത് ഫ്രണ്ടിൽ വന്നതെന്ന് പറഞ്ഞാൽ 320mm ഡിസ്ക്കാണ് വന്നത്. അത് വിത്ത് ABS ആണ്. അതായത് ഈ വണ്ടി ഡ്യുവൽ ചാനൽ ABS ആണ്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഡിസ്ക് സൈസ് നോക്കുവാണെങ്കിൽ 230mm ഡിസ്ക് സൈസും ആണ് വന്നത്. ബാക്കിലും ABS ഉണ്ട്. ഇതിൻ്റെ അലോയ് കാര്യങ്ങളാണ് വന്നത്. രണ്ടും 17 ഇഞ്ച് അലോയ് ആണ് വന്നത്. ഫ്രണ്ടിലെ ടയർ ആണെങ്കിൽ 110/70/17 അതുപോലെ തന്നെ ബാക്കിലെ ടയർ ആണെങ്കിൽ 150/60/17 നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തത്. മെയിൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതിന്റെ ഗിയർ ബോക്സ് തന്നെയാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോണില്ല. ഇതിന്റെ ഗിയർ ബോക്സ് കാര്യങ്ങൾ എത്രയാന്ന് പറഞ്ഞാൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്, വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആണ്, ചെയിൻ ഡ്രൈവ് ആണ്. ഇതിന്റെ ലിവേഴ്സ് കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ അഡ്ജസ്റ്റബിൾ ലിവർ ആണ്. അതുപോലെ സ്വിച്ചസ് പറയുകയാണ് ഈ നോർമൽ സ്വിച്ചസ് തന്നെയാണ്. പാസ്, ഡിമ്മ്, ബ്രൈറ്റ്, ടേൺ ഇൻഡിക്കേറ്റർ, അതുപോലെ ഹോണ്, അതുപോലെ ലിവർ പ്രൊട്ടക്ടർ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ മീറ്റർ ഒക്കെ പറയുകയാണെങ്കിൽ നോർമൽ മീറ്റർ തന്നെയാണ്. ഇതിന്റെ സ്പെക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയണമെന്നില്ല. ആകെ എനിക്കൊരു ഇതിനകത്തൊരു കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ മീറ്റർ മാത്രമാണ്. പുതിയതല്ല ഡ്യൂക്ക് 390 എല്ലാം തന്നെ ഓൾമോസ്റ്റ് BS4 BS6 ആണെങ്കിലും നല്ല TFT ഡിസ്പ്ലേ അടിപൊളിയാണ്. അത് മാത്രമാണ് എനിക്ക് ചെറിയ ഇതിനകത്തൊരു കുറവ് കാര്യങ്ങളുള്ളൂ തോന്നിയത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഇത് റൈഡ് ബൈ വയർ ആണ്. അതാണ് ഈ സെറ്റപ്പ് കാര്യങ്ങൾ. ഇത് സെൻസറാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ത്രോട്ടിന് കേബിൾ ഇല്ല, അത് സെൻസർ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യണത്. അതുപോലെ ഇതാണ് ഇഗ്നീഷൻ സ്വിച്ച്, നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ കാര്യങ്ങൾ. അതുപോലെ ഇതാണ് നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ച്. ഇത് ഇവിടെ അഡ്ജസ്റ്റബിൾ, ഇവൻ ഫ്രണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ലിവർ കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കാം. അതായത് വണ്ടി എന്ന് പറഞ്ഞാൽ പക്ക ഒരു ട്രാക്ക് സെറ്റപ്പ് വണ്ടിയാണ്. പക്ക അഗ്രസീവ് എന്ന് പറഞ്ഞാൽ പക്ക അഗ്രസീവ് ലുക്കാണ്. ആ ടെയിൽ കാര്യങ്ങളാണെങ്കിൽ നല്ല ഹൈറ്റ് സ്പോർട്ടി ആയിട്ട്, അതുപോലെ ഫ്രണ്ട് സെക്ഷൻ ആണെങ്കിൽ ലോ വൈഡ് നല്ല അഗ്രസീവ് ലുക്കാണ്. സത്യം പറഞ്ഞാൽ ഒരു റോക്കറ്റിൻ്റെ ലുക്കാണ് നമുക്ക്. റോക്കറ്റ് സെറ്റപ്പ്, അതായത് നമ്മൾ ഒരു ശ്രീഹരിക്കോട്ടയിൽ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യണം ആ ഒരു മൈൻഡിലാണ്, ആ ഒരു സെറ്റപ്പിലാണ് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നിൽക്കണം. പക്ക അഗ്രസീവായിട്ട്, അതായത് കൈ കൊടുത്ത പറക്കാനുള്ള സെറ്റപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. അതുപോലെ തന്നെ KTM ഇത് ഇത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കിയെങ്കിലും ഇതിൻ്റെ പവർ കാര്യങ്ങളിൽ എഞ്ചിനിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. സിംഗിൾ സിലിണ്ടറിലെ രാജാവാണിത്. അതായത് ഇതിനെ വെല്ലാനായിട്ട് വേറൊരു വണ്ടി ഇറങ്ങിയിട്ടില്ല. ഇതിനെ ഇനി ഓടി തോപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ വെട്ടിക്കണമെങ്കിൽ ഇതിൻ്റെ ചേട്ടൻ വരണം. അതായത് RC 390 BS3 മോഡൽ. അത് വന്നാലാണ് ഇതിനൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പിടിക്കാനുള്ളൂ. അത് ചേട്ടനും അനിയും തമ്മിൽ ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ വരില്ലല്ലോ. അതുകൊണ്ട് സിംഗിൾ സിലിണ്ടറിലെ രാജാവാണത്. അതായത് ട്വിൻ സിലിണ്ടറിന് പോലും ഇതൊരു പേടി സ്വപ്നമാണ്. എത്ര ട്വിൻ സിലിണ്ടർ എന്ത് കാര്യങ്ങളൊക്കെ വന്നാലും അതിനൊക്കെ അടിച്ച് തോപ്പിച്ച് കയറാനുള്ള ഒരു പവർ കാര്യങ്ങൾ പൊട്ടൻഷ്യലി ഈ വണ്ടിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ട്വിൻ സിലിണ്ടറിൻ്റെ വരെ പേടി സ്വപ്നമാണ് ഈ മുതൽ. നമുക്ക് ഇവനൊരു ചേട്ടനുണ്ട്, അതായത് BS3 RC 390. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ വാക്കുകളില്ല. ഒരുമാതിരി ആകാശത്ത് നിന്ന് ഇടിവെട്ടലൊക്കെ ഉണ്ടാക്കി സൂപ്പർ ഹീറോസൊക്കെ ഉണ്ടായി വന്ന പോലെ, അതായത് അൾട്ടിമേറ്റ് പവർ, മരണ പവറാണ് തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടായ ഒരു മുതലാണ് RC 390. അതിനെ വെല്ലാനായിട്ട് സിംഗിൾ സിലിണ്ടറിൽ ഇനി ഒരു സാധനവും ഇല്ല. അതുപോലെ ഇനി ഒരു വണ്ടി ഉണ്ടാവാനും പോണില്ല. സിംഗിൾ സിലിണ്ടറിൽ ഇനി വേറെ രാജാവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ ഇനി ഇല്ല. അതിനി വരുമോയെന്ന് ചോദിച്ചാൽ ഇനി വരാനും പോണില്ല. കാരണം അത്രയ്ക്കും പവർ കാര്യങ്ങളാണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഒരു പവർ ബോംബാണ് ഈ സാധനം. ഇതിൻ്റെ എഞ്ചിനിൽ ചുമ്മാ പവർ മാത്രം, പവർ ഇത് മാത്രമാണ് ഇതിൻ്റെ എഞ്ചിനിൽ നിന്നുള്ളൂ. കൈ കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ പറന്നാണ് ഈ സാധനം പോകുന്നത്. ഏതൊരു ബൈക്കറിൻ്റെയും ഗേൾഫ്രണ്ടാണിത്. അതായത് ലുക്ക് കൊണ്ടും പവർ കൊണ്ടും ഏതൊരു ബൈക്കറിൻ്റെയും മനസ്സിനെ പിടിച്ച് കുലിപ്പിച്ച ഒരു സാധനമാണിത്. പവർ മതി എന്ന് പറഞ്ഞ് നടക്കണ ബൈക്ക് പ്രാന്തന്മാർക്ക് സിംഗിൾ സിലിണ്ടറിലെ അവസാനത്തെ വാക്കാണ് 390. ഇതിനെ വെല്ലാനായിട്ട് ഇനി സിംഗിൾ സിലിണ്ടറിൽ വേറൊരു സാധനവും ഇല്ല. ഈ ചെറുക്കൻ ചുമ്മാ അടിച്ച് പൊളിച്ചാണ് പോണത്. അത്രയ്ക്ക് റോ പവർ കാര്യങ്ങളാണ് ഇതിൻ്റെ എഞ്ചിനിൽ നിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണത്.
ഇവൻ്റെ പവർ കാര്യങ്ങൾ നമ്മൾ എത്ര വിശേഷിപ്പിച്ചാലും അതൊന്നും ഇവൻ്റെ കേസിൽ പോരാണ്ട് വരും. ഇവൻ ചുമ്മാ സീന് സാധനമാണ്. അതായത് ട്വിൻ സിലിണ്ടറിലെ ഡബിൾ ചങ്കന്മാരെ പോലും ഒറ്റ ചങ്ക് കൊണ്ട് നേരിടുന്ന ഇരട്ട ചങ്കനാണ് ഇവൻ. സിംഗിൾ സിലിണ്ടറിലെ ഒരു വണ്ടിക്ക് പോലും, നിലവിലിറങ്ങുന്ന ഒരു വണ്ടിക്ക് പോലും ഇവനെ പിടിച്ച് നിർത്താൻ പറ്റില്ല. ഇവനെ പിടിച്ച് നിർത്തണമെങ്കിൽ ഒന്നല്ലേ ട്വിൻ സിലിണ്ടർ അല്ലെങ്കിൽ അതിൻ്റെ മേളിലുള്ള സിലിണ്ടർ വണ്ടികൾ ഇറങ്ങിയേ പറ്റും. ക്യാരക്ടർ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് +2 പഠിക്കുന്ന പിള്ളേരെ 8ാം ക്ലാസ്സിലെ പയ്യൻ ചെന്ന് ഇടിച്ച് കൂട്ടി പള്ളേ കളയണ സെറ്റപ്പാണ് ഇവൻ്റെ ഒരു ക്യാരക്ടർ കാര്യങ്ങൾ പറഞ്ഞാൽ. ഇവനൊരു എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ആരുമായിട്ട് പിടിക്കും. ഇവനെ ട്വിൻ സിലിണ്ടറെന്നോ അങ്ങനെ ഒരു സീന് കാര്യങ്ങളില്ല. സിംഗിൾ സിലിണ്ടർ ആയാലും ട്വിൻ സിലിണ്ടർ ആയാലും എന്ത് കോപ്പായാലും ഇവനൊരു വിഷയമല്ല. ഇവൻ ആരായിട്ടും ഇടയാനും പോവും, ആരായിട്ടും ഡ്രാഗ് കുടിക്കുന്നതിനൊന്നും ഒരു മടിയും കാര്യങ്ങളില്ല. എൻ്റെ കൈ കൊടുക്ക് പറത്തുന്നുള്ള സെറ്റപ്പിലാണ് അവൻ്റെ വണ്ടി കാര്യങ്ങളെല്ലാം സെറ്റായി നിൽക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം തോന്നും ഞാൻ ചുമ്മാ ഒരുമാതിരി ഓവറായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അതിന് മാത്രം എന്നാ കാര്യങ്ങൾ പറയാനുള്ളതെന്ന്. പക്ഷേ ഇതിനകത്തൊക്കെ ഈ വണ്ടിക്ക് എല്ലാം അതൊക്കെ ആവശ്യമുള്ളതാണ്. കാരണം ഈ വണ്ടി അർഹിക്കുന്നുണ്ട്. കാരണം ഇത്രയും, അതായത് നമുക്ക് ഇതിൻ്റെ എൻജിൻ പക്ക കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം. സിംഗിൾ സിലിണ്ടറിൽ ഇതിനെ 390 എന്നാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് 373 cc ആണ് ഇതിൻ്റെ എൻജിൻ കാര്യങ്ങൾ. അത്രയും ചെറിയൊരു എൻജിനിൽ നിന്ന് ഇത്രയും മാസ് പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. അതും ഇത്രയും വെയിറ്റ് ടു പവർ റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ പൊളി സാധനമാണ്. ഒന്നും പറയാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. 390 ആണ് സിംഗിൾ സിലിണ്ടറിലെ ബെസ്റ്റ് ഓപ്ഷൻ, അതും ഈ പ്രൈസ് റേഞ്ച് കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ഏതൊരു ബൈക്ക് പ്രാന്തൻ്റെയും ഫസ്റ്റത്തെ സൂപ്പർ സ്പോർട്ട് ആണെങ്കിലും സ്പോർട്ട് ബൈക്ക് ആണെങ്കിലും എല്ലാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 390 ആണ്. 390 ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു ബൈക്ക് പ്രാന്തന്മാർ പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കണം വളരെ ചുരുക്കമാണ്, ഉണ്ടായാൽ തന്നെ ഉള്ളൂ. അത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു, സത്യം പറഞ്ഞ ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു വണ്ടിയാണിത്. നമ്മളിത് ഓടിക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പവർ ഫിഗേഴ്സ്, അതായത് വന്നേക്കണ കാര്യങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചാണ്ടല്ലോ ഒരുമാതിരി എന്നാ പറയണേ, ആനയോട് ഇടിച്ച് നിൽക്കണ കാട്ടുപോത്തിനെ പോലെയാണ് ഇവൻ പെരുമാറുന്നത്. ചുമ്മാ പവർ ഇങ്ങ് തന്നിട്ട് പറക്കുവാണ് ഈ സാധനം. അതായത് ഇതിനകത്ത് ഹോഴ്സ് പവർ, അതായത് കുതിരശക്തി എന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു കൊമ്പനാനെ പോലും ഇടിച്ച് മലർത്താൻ ശേഷിയുള്ള നല്ല കാട്ടുപോത്തുകളാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. ആ മാതിരി പവറാണ് ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇങ്ങനെ ഇരുന്ന് കാണാനല്ല, ഇതും കൊണ്ട് ഒരു പൊളിക്കണ കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണേന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതും കൊണ്ടൊരു നൈസ് ഒരു പൊളി പൊളിച്ചിട്ട് വരാം. നമ്മൾ നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സെറ്റപ്പിന് പവർ കാണിക്കാനായിട്ട് ജസ്റ്റ് സ്പീഡ് ചെയ്തൊക്കെ ജസ്റ്റ് കാണിക്കേണ്ട. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് മിനിമം ഒരു ഹെൽമെറ്റും അതുപോലെ ഒരു ഷൂസെങ്കിലും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പവർ കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ടാണ് സ്പീഡിൽ പോണത്. അപ്പോൾ ബാക്കിയുള്ളവരിത് അനുകരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സേഫ്റ്റി ആയിട്ട് റോഡിൽ ഇതങ്ങനെ വലിയ വണ്ടികളൊന്നും വരാത്ത റോഡാണ്. അപ്പോൾ അങ്ങനെയുള്ള റോഡിലാണ് നമ്മൾ അവിടെ എവിടെ തിരക്ക് കുറഞ്ഞു നോക്കി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ നിർത്തിയാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് അപ്പുറം പോയി വണ്ടി കൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിലൊന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് സ്പീഡ് നോക്കാൻ മാത്രം റോഡ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൊല്ലം ബൈപ്പാസൊക്കെ ഉണ്ട്, അത് ജെറ്റ് ഇടായിരുന്നു. നമുക്കിവിടെ ചെറിയ ബൈപ്പാസേ ഉള്ളൂ. ആ ചെറിയ ബൈപ്പാസിൽ തന്നെ ഒരു ഇച്ചിരി ദൂരം കൊണ്ട് തന്നെ വണ്ടി 158 അതുവരെ കയറിയിട്ടുണ്ട്. അതായത് ചുമ്മാ പവർ സാധനമാണ്. അതായത് ജസ്റ്റ് സിക്സ്ത് ഗിയർ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തുള്ളൂ. ഇനിയുണ്ട് അത് കട്ട് ഓഫ് അടിച്ച് പോകാനായിട്ട്. വണ്ടി സിമ്പിളായിട്ട് ചുമ്മാ 170 170 മേളിൽ എന്തായാലും കയറും. 175 എബോവ് ഒക്കെ സിമ്പിളായിട്ട് വണ്ടി കയറാവുന്നേ ഉള്ളൂ, നല്ല റോഡ് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ 390നെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതിലും അടിപൊളി കണ്ടന്റ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെ സ്റ്റേ സേഫ്. ബൈ ഗൈസ്.